ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇവിടെ നന്നായിട്ട് മഴയുണ്ട്, വലിയ മഴയൊന്നുമില്ല, ചെറുതായിട്ട് തന്നെ. അപ്പോൾ ഞാനെന്നാലും ഓർത്ത് എന്നാലും കുഴപ്പമില്ല, ചെറിയ മഴയില്ലുള്ളൂ. എന്നാൽ പിന്നെ വീണ്ടും പുറത്ത് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. അകത്ത് ഷൂട്ട്, അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാര്യത്തിലോട്ട് തുടങ്ങാം. നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ജൂലൈ 22 മുതൽ UK പുതിയ വിസ നിയമമാണ്. ജൂലൈ 22, 2025 മുതൽ UK പുതിയ വിസ നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ വീഡിയോ ഷോർട്ടായിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഈ പറഞ്ഞത് തന്നെ പിന്നെ ഒത്തിരി പറയേണ്ട ആവശ്യമില്ലെന്ന് ഓർത്തിട്ട്. അപ്പം മെയിനായിട്ടും പറയാനുള്ളത് കെയർ വിസ സ്റ്റോപ്പ് ചെയ്തെന്നുള്ളതാണ്. അതായത് 2022 ജൂലൈ 25 മുതൽ കെയർ വിസ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള കെയർ വിസ ഇനി ഇങ്ങോട്ട് എടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. ഇനി നിങ്ങൾ പലയിടത്തും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൈസ തിരിച്ച് മേടിക്കുക. നേരത്തെ COസിൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഏത് COS ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ നിങ്ങൾ തിരിച്ച് മേടിക്കാനായിട്ട് നോക്കുക. അതാണ് എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പൈസ പോകും എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ 2024 മാർച്ച് 11 മുന്നേ ഉള്ള ഡിഫൻസ് ആയിട്ടുള്ള ആൾക്കാർ നാട്ടിൽ നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഇപ്പോൾ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട് കെയറായിട്ട്, നിങ്ങളുടെ ഡിഫൻസ് നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരാനായിട്ടുള്ള പരിപാടികൾ നോക്കുക. കാരണം ഇതെപ്പോഴും ഒരു നിയമം ഉണ്ടാക്കി ഇവരെ എടുത്ത് കളയുന്നു പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവരെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് പെട്ടെന്നായിരിക്കും ഒരു നിയമം വരുന്നത്, പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ കൊണ്ടുവരാനായിട്ടുള്ളവരെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം നിയമം എപ്പോഴും വെള്ളം മാറിയേക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, കെയർ വിസ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇൻ കൺട്രി സ്വിച്ചിങ് ഉണ്ട്. അതായത് ഇപ്പോൾ കെയറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, UK ഇപ്പോൾ കെയറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് വിസ റിന്യൂവൽ ചെയ്യാം. അത് വിസ സ്വിച്ച് ചെയ്യാൻ പറ്റും 2028 ജൂലൈ 22 വരെ മാത്രം. അത് കഴിഞ്ഞുള്ള കാര്യം ഇവർക്ക് പറയാൻ പറ്റില്ല. കാരണം അത് വേറെ ഗവൺമെൻറ്റാണ് വരുന്നത്, റിഫോം പാർട്ടി. അവർ ചിലപ്പോൾ ഈ പരിപാടിയെ മൊത്തം സ്റ്റോപ്പ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ട് 2028 വരെ കാര്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, സ്കിൽ വർക്കർ വിസ. ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സാലറി ത്രഷോൾഡെല്ലാം ഉയർത്തിയ കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണ് ജോബ് കോഡും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗവൺമെൻറ് സൈറ്റുണ്ട്. സൈറ്റിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഷോർട്ട് ടൈം പീരീഡിലായിരിക്കും ഈ ജോബും. അതുപോലെ സ്കില്ല് വർക്കേഴ്സുടെ എത്രത്തോളം സാലറി ത്രഷോൾഡ് ഉയർത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഞാൻ ഓൾറെഡി തന്നെ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ജോബ് കോഡ് വെച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഏറെക്കുറെ ഈ പറയുന്ന ഇലക്ട്രിക് എഞ്ചിനീയറിംഗ്, അതുപോലെ ഡേറ്റ അനലിസ്റ്റ്, പ്രോജക്ട് മാനേജർ എല്ലാം തന്നെ ഏകദേശം 47,000, 55,000, 60,000 പോണ്ട്. അതായത് ഒരു എംപ്ലോയിക്ക് ജോലി കൊടുക്കാൻ പറ്റാത്ത ഒരു ലെവലിലോട്ടുള്ള എമൗണ്ട് ആക്കി ഗവൺമെൻറ് അത് കൂട്ടിയിട്ടുണ്ട്. അത്ര അത്യാവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെടുക്കും, അവരെടുക്കാതിരിക്കത്തൊന്നുമില്ല. ഇപ്പം അത്ര അത്യാവശ്യപ്പെട്ട് വേണ്ട ഒരാണെന്നുണ്ടെങ്കിൽ, നല്ല എക്സ്പീരിയൻസ് ആണെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എംപ്ലോയി എടുക്കും, അതൊരു വിഷയമൊന്നുമില്ല. പക്ഷേ നല്ല രീതിയിൽ തന്നെ അത് എടുക്കാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തു ഗവൺമെൻറ് ഇതിൻ്റെ സാലറി ത്രഷോൾഡ് നല്ല രീതിയിൽ തന്നെ ഉയർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ്. പിന്നെ നേഴ്സന്മാരെ പറ്റിയുള്ള വലിയ അപ്ഡേറ്റ് ഒന്നും പുതിയതായിട്ട് വന്നിട്ടില്ല. NHSനെ പറ്റി വലിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ PR-ൻ്റെ കേസാണ്. PR-നെ പറ്റി ഇപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചതിനകത്തൊന്നും PR-നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. PR-നെ പറ്റി അവർ പറഞ്ഞിരിക്കുന്ന 5 എന്നുള്ളത് 10 വർഷമാക്കും. അത് ഇവിടെയുള്ളവർ ആരെയാണോ ബാധിക്കുകയെന്ന് ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ഇതുവരെയായിട്ട് ഒരു കൺഫർമേഷൻ തന്നിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ ഇവിടെയുള്ളവരെ ബാധിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഇതുവരെയായിട്ടും ഇത് കെയർ വർക്കേഴ്സിനെ ബാധിക്കത്തില്ലെന്നോ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ നേഴ്സസിനെ ബാധിക്കത്തില്ലെന്നോ എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഴ്സിനകത്ത് ഒരു പേപ്പറിൽ പോലും ഇങ്ങനെ ഒരു കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള കൺഫർമേഷൻ ഇനിയും വരാനുണ്ട്. 5 എന്നുള്ളത് 10 വർഷമായിട്ട് ആക്കിയിട്ടുണ്ട്. അത് പോയിൻ്റ് ബേസ് സിസ്റ്റം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആരൊക്കെയാണ് ബാധിക്കുന്നതെന്നോ അല്ലെങ്കിൽ എത്രത്തോളം പോയിൻ്റ് നില എങ്ങനെയാണെന്നുള്ളതോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇനി അപ്ഡേഷൻ നമുക്ക് വരുന്നുണ്ട്. വന്നു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യം നമുക്ക് അറിയിക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ വന്നിരിക്കുന്ന അസൈലം ആപ്ലിക്കേഷനാണ്. അസൈലം ആപ്ലിക്കേഷൻ ഇനി മുതൽ, അതായത് ഈ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം നല്ല രീതിയിലുള്ള സമ്മർദ്ദം ഉള്ളതുകൊണ്ടും ഇവിടുത്തെ ആൾക്കാരുടെ സമ്മർദ്ദം, അതായത് ഇവിടെ വന്ന ഈ ആക്രമണങ്ങളും കാര്യങ്ങളെല്ലാം പല രീതിയിൽ കൂടുന്നുണ്ട്. നമുക്കിപ്പോൾ അറിയായിരിക്കും, ഇപ്പം ഈ അയർലൻഡിലും ഒക്കെ ആയിട്ട് ഇന്ത്യക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതുപോലെ ഇപ്പോൾ ഓസ്ട്രേലിയ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. മൊത്തത്തിൽ ബാധിക്കുമ്പോൾ ഇതെല്ലാം മൊത്തത്തിലാണ് ബാധിക്കുന്നുള്ളതാണ്. കാരണം കുറച്ച് പേര് ചെയ്യുന്ന പ്രശ്നം കൊണ്ട് ഇത് ബാധിച്ച് ചെയ്യുമ്പോൾ എല്ലാവരെയും ബാധിക്കുന്നതാണ്. അവർ നോക്കുമ്പം അവരുടെ കളറിലാത്ത ആൾക്കാർക്കെല്ലാം അവർ ആക്രമണം തുടങ്ങും. സോ ഇപ്പം ഒത്തിരി പ്രശ്നങ്ങൾ കൂടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന അസൈലം ആപ്ലിക്കേഷനായിട്ടുള്ള ആൾക്കാരുകളും ഉണ്ട്. മനസ്സിലായത്? അസൈലം ആപ്ലിക്കേഷനായിട്ട് ആൾക്കാർ വന്നിട്ട് ഇവിടെ ബലാത്സംഗം ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ റോഡിൽ കിടന്ന് ഭയങ്കര ഭീകരപ്രവർത്തനങ്ങൾ കാണിക്കുകയും പിന്നെ മോഷണം ചെയ്യുകയും ഇതൊക്കെയുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരെ എടുത്ത് ഇനി മുതൽ കൂടുതൽ റിജക്റ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവർ നോക്കിയിട്ട് അവർക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരെ നാട്ടിലോട്ട് തിരിച്ചയക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ വളരെ രീതിയിലുള്ള സമ്മർദ്ദം കൂട്ടിയിരിക്കുകയാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങളിപ്പോൾ ഈ അസൈലം ആപ്ലിക്കേഷനായിട്ട്
പ്രശ്നങ്ങൾ ഇവിടെ കൂടി വരുന്നുണ്ട്. അതായത് ഇവിടെ വരുന്നു അഭയാർത്ഥികളായിട്ടുള്ള എല്ലാ ആൾക്കാരല്ല, കുറച്ച് ആൾക്കാരായിട്ട് ഇവിടെ വരുന്നു, അവരിവിടെ ആക്രമണം തുടരുന്നു, ബലാത്സംഗം, അങ്ങനെയുള്ള പരിപാടി, മോഷണം, ഇവിടെയുള്ള ആൾക്കാരുടെ സമ്മർദ്ദവും പിന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ സമ്മർദ്ദവും എല്ലാം ആയിട്ട് അസൈലം ആപ്ലിക്കേഷൻ ഇനി മുതൽ കൂടുതൽ റിജക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടുത്തെ പ്രശ്നങ്ങൾ അത്രത്തോളം കൂടി വരുന്നുണ്ട്. പിന്നെ PR-ൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഉള്ള കാര്യം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളിത് പ്രത്യേകം ഒന്ന് ആലോചിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സ്വിച്ച് ചെയ്യാനാണെങ്കിൽ ഞാനിപ്പോൾ 2028 വരെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വിച്ചിങ് കാര്യങ്ങളും എന്താണെന്നുള്ളത് അറിയില്ല. കാരണം റീഫോം പാർട്ടിയാണ് വരുന്നത്, എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഇവിടെ ഉള്ളവരെ നിലവിൽ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2028 വരെയാണോ ഇത് പറഞ്ഞിരിക്കുന്നത്, ട്രാൻസിഷൻ പീരീഡ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ PR ആകേണ്ടവർക്ക് ആകാം എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. നമുക്ക് കറക്റ്റ് ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. കാരണം ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 2028 കൊണ്ട് അവർക്ക് PR-ൻ്റെ സമയമാണെങ്കിൽ ആ സമയം വരെ ഉള്ളവർക്കാകും. അത് കഴിഞ്ഞ് ഈ വിസയെ തുടരുന്നവർക്ക് ചിലപ്പോൾ 10 വർഷം ആക്കുമെന്നോ അല്ലെങ്കിൽ അവർ അത് ക്യാൻസൽ ചെയ്യുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അപ്പോഴത്തേക്കും പുതിയ പാർട്ടിയാണ് വരുന്നത്. ആ പാർട്ടി വരുന്നതുകൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം റീഫോം പാർട്ടി വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പിടുത്തമില്ല. കാരണം അവർ അത്ര രീതിയിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരതുപോലെ പ്രതിഷേധം നടത്തിയിട്ടാണ് ഈ നെറ്റ് മൈഗ്രേഷൻ ഈ 9 ലക്ഷത്തിൽ നിന്ന് ഇപ്പോൾ 4 ലക്ഷത്തിൽ താഴെ ഇവരാക്കിയത്. ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ഈ അസൈലം ആപ്ലിക്കേഷൻസ് വളരെ രീതിയിൽ ചെക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതുപോലെ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നോക്കുന്നതും അതുപോലെ ലീഗലായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം പിന്നെ ഈ പറയുന്ന നമ്മുടെ സാലറി ത്രഷോൾഡ് ഉയർത്തുകയും എല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഫോഴ്സ് കൊണ്ടാണ്. അല്ലെങ്കിൽ ലേബർ പാർട്ടി ഇതൊന്നും വലിയ രീതിയിൽ ചെയ്യത്തില്ല. അന്ന് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. അപ്പോൾ അതുകൊണ്ട് മുൻപോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. അതൊക്കെ ഒരു ഭാഗ്യം പോലെ കിട്ടിയാൽ കിട്ടി എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.